MP മാർ മത്സര രംഗത്തുണ്ടാകുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അതും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അത് ഹൈക്കമാൻഡിനോട്, അത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയില്ല. അല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന സമയത്ത് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചിട്ടേ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. ഇൻഡിവിജ്വൽ അഭിപ്രായത്തിന് പ്രസക്തിയില്ലല്ലോ. അതൊക്കെ അതെല്ലാം ആലോചിച്ചൊരു അഭിപ്രായം പറയേണ്ട സമയമാകുന്നേ ഉള്ളൂ. ഈ അടുത്ത കാലത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു വാർത്തയായി വന്നതാണ് വലിയ വിസ്മയങ്ങൾ കേരളം കാണാൻ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും കക്ഷികൾ വന്ന് UDF വിപുലീകരിക്കുന്നതും വലിയ നീക്കുപോക്കുകളുമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു ഒരു ഐഷ പോറ്റിയെ കൊണ്ടുവന്നെടുത്ത് കഴിഞ്ഞ വിസ്മയം. ഈ വിസ്മയം എന്ന ഒരു പദപ്രയോഗം അതൊരു അബദ്ധമായി പോയോ? ഒരിക്കലും അല്ല, അബദ്ധമല്ല, വിസ്മയം തന്നെയല്ലേ. ഐഷ പോറ്റിയെ പോലെ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവ്, അവർ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് CPM വിട്ട് കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പരസ്യമായിട്ട് വന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് രാഷ്ട്രീയത്തിലൊരു വിസ്മയമല്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയത്തിന്റെ ഒരു അടരാണ് നമ്മൾ കണ്ടത്. തുടക്കമാണ്, ഇനിയും തുടർച്ചയുണ്ടാവും. അത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവായിരിക്കുമോ? പലതുമുണ്ട്. പക്ഷെ പ്രസിഡന്റ് പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആലോചനയിൽ പോലും ചർച്ച നടക്കല്ലേ. ചിലതൊന്നും പ്രഖ്യാപിക്കാനായിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുണ്ട്. നീക്കങ്ങൾ